പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഷാലൂമിൽ നിന്ന് 2 ഡോക്ടർമാരെ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ പ്രശ്നം അവർക്ക് മക്കളില്ലാതാണ്. അപ്പം ഞാൻ അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് സാധാരണ ലെവലിൽ മക്കളെ കിട്ടാനുള്ള സാധ്യതയില്ലാത്ത സൂചനയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് ഇത് വേറെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു.
അപ്പം തന്നെ അതായത് IVF പോലെയുള്ള മാർഗങ്ങൾ ഇവർ ചുമ്മാ പറഞ്ഞ അപ്പം തന്നെ ഇവർ എഴുന്നേറ്റ് എന്താ കാര്യത്തിൽ. അതായത് അവർ ഡോക്ടർമാരല്ലേ, അവർക്കറിയാവത്. അവർ അതിൽ അങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കാൻ ദേ ആർ നോട്ട് റെഡി. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് ബ്ലെസ്ഡ് ആയിരുന്നു അവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന 2 കുഞ്ഞുങ്ങളെക്കാളും അവർ പ്രാധാന്യം കൊടുത്തത് എന്താണ്, അവർ നിലനിൽക്കുന്ന ഒരു കൃപയുടെ സ്റ്റാറ്റസ് ഉണ്ട്, കൃപയുടെ സ്റ്റാറ്റസ്. അപ്പോൾ ഈ കൃപയുടെ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുള്ള കാലം ഇനിയിപ്പോൾ സ്വാഭാവിക മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് അവിടെ കൃപയാണെന്നുള്ള ആന്തരിക ബോധ്യം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കൂടുതൽ മോശമായ സങ്കടമൊന്നും അവർക്കില്ല. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ വിശ്വാസവും ആത്മീയതയും കൊണ്ട് കൃപ നിറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനെ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ കൃപ അതിനേക്കാൾ വലിയ ഒരു അപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒന്ന് വായിച്ചത് മർക്കോസ് 4:9. മർക്കോസ് 4:9. അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയുള്ള വരപ്രസാദമുള്ളവെന്ന് അർത്ഥം. കേൾക്കാൻ കൃപയുള്ളവനെന്നാണ് പറയണത്. ആ വചനം ബൈബിൾ എന്നുകൊണ്ട് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ കേൾക്കാൻ ചെവിയുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് എനിക്ക് 2 ചെവി ഉണ്ടല്ലോ, എനിക്ക് കേൾക്കുറവൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് വല്ല കാര്യമുണ്ട്, 2 ചെവി ഉണ്ട്. അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. കേൾക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ചില കഠിന വചനങ്ങൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃപ, എക്സ്ട്രാ കൃപ വേണം. ഈ ഡോക്ടർമാർ ആ എക്സ്ട്രാ കൃപ നേടിയ ആൾക്കാരാണ്. അത് സുവിശേഷവിഹിതമായ ദൈവികമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ദൈവം തങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഇവരെ എടുക്കുമ്പോഴാണ് എക്സ്ട്രാ കൃപ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബൈബിൾ പറയണത്. എടുത്തേ, കൂട്ടുവേലക്കാരെടുത്തേ. 1 കൊരിന്തോസ് 3:9. 1 കൊരിന്തോസ് 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അപ്പോൾ അതായത് ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് വയലും വീടും. മറ്റതെന്താണ്, ആ വയലിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആ പ്രേക്ഷിതരെ ഉടമ്പടി എപ്പോഴും അന്വേഷിക്കുന്ന ഈ കൂട്ടുവേലക്കാരാണ്. കൂട്ടുവേലക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഠിന വചനങ്ങൾ കേൾക്കാൻ കൃപയുള്ളവരാണ്. ആരാണ് ഈ കൂട്ടുവേലക്കാർ? അപ്പം നമ്മൾ ഈ മരിക്കണ മുമ്പ് ഈ കൂട്ടുവേലക്കാരുടെ സെക്ഷനിലേക്ക് മാറണം കേട്ടോ. ചില കഠിന വചനങ്ങൾ, ഇപ്പം എനിക്ക് ഈ രോഗമാണ്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഞാൻ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചും ആ വചനം അനുസരിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്ന് അർത്ഥം. ബൈബിളിൽ കേൾക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ടിൻ്റെ ഇയർ ഡ്രമ്മിൻ്റെ മെക്കാനിസത്തിലുള്ള കേൾവിയല്ല ഉദ്ദേശിക്കുന്നത്. കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ്. അനുസരിക്കാൻ ചെവിയുള്ളവൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം കഠിനമാണ്, പക്ഷെ അനുസരിക്കാൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ. ഇപ്പം കഠിന വചനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കൃപയാണ്. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പം മക്കളില്ലാത്ത വേറെ ഡോക്ടർമാർക്കുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആർക്ക് കഴിയും? അവർ പോയി. ഇവർ പോകത്തില്ല. കാര്യം എന്താണ്? ഇവർ മക്കളേക്കാൾ വലുതാണ് അവർക്ക് കൃപ. അവർക്ക് കേൾക്കാനുള്ള കൃപയുണ്ട്, അനുസരിക്കാനുള്ള കൃപയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ അവിടെ നിന്നത്. അപ്പം അത് അങ്ങനെ നിൽക്കുന്നവരെയാണ് പറയണത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറയണത്. എൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് കൃപ എന്ന് പറഞ്ഞ സംഭവം കൂട്ടുവേലക്കാർക്കാണ് കൂടുതലായിട്ട് കൊടുക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് വെച്ചാൽ ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു പോണവരാണ്. ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു. ചില ആൾക്കാർ ദൈവിക പദ്ധതികളോട് അവസാനം വരെ അൽപ്പെടുത്തി. ഇതാൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴിടയ്ക്ക് ഞാൻ പറയണതാണ്, ഒരു 79 വയസ്സുള്ള ഒരു വല്യമ്മച്ചി ഞാനോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ അമ്മ ഇപ്പോഴും ദൈവമായിട്ട് ഗുസ്തിയിലാണ്. എന്താണ്? കർത്താവ് എനിക്കൊരു മകനെ തന്നിട്ടെങ്കിൽ ഇപ്പം എന്നോളം ഉണ്ടായിരുന്നോ. അതാ അവർ പറയണത്. അതിൻ്റെ അർത്ഥം അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്നല്ല അർത്ഥം. അങ്ങനെയുള്ളവർക്ക് കൂട്ടുവേലക്കാരാകാൻ പറ്റത്തില്ല. കാര്യം എന്താ കാര്യം? അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് കൂട്ടുവേലക്കാരാൻ വലിയ പാടാണ്.
കാര്യം അവർക്ക് ദൈവവചനം അറിയത്തില്ല, അതാണ് പ്രശ്നം. ദൈവവചനത്തിലുള്ള പ്രൊവിഷൻസ് അറിയത്തില്ല. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശുദ്ധീകരിക്കാൻ എളുപ്പമാണ്. എന്താ കാര്യത്തിൽ വചനത്തിലാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിച്ചാൽ മതി. ചിലത്തിൽ കഠിനമായിരിക്കും, പക്ഷേ അതിൻ്റെ കൃപ നമുക്ക് തരും. അതിനുവേണ്ടിയുള്ളതാണ് കൃപയാണ്, അതിനുവേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് കൃപ. ആ വഴിക്ക് കിട്ടുമ്പോൾ ആ ഒരു കഠിനമായ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന കൃപ കൊണ്ട് വഴയുന്നതിനെ ചീരുന്നതിനെ അതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. 90% പരിശുദ്ധാത്മാവാണ് വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഉപയോഗിക്കേണ്ടി വന്നില്ല. കണ്ണിൽ നിന്ന് ഇഷ്ടം പോലെ കണ്ണുനീരുമുണ്ട്. എനിക്ക് നന്നായിട്ട് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യുവാനൊക്കെ സാധിക്കും, കരയുവാനൊക്കെ സാധിക്കും. അങ്ങനെ മാതാവ് എന്നെ വലിയൊരു അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമത് എൻ്റെ 8 ലക്ഷം രൂപയുടെ കടഭാരം എൻ്റെ മകൻ ജോലി ചെയ്ത് ആ കടഭാരങ്ങൾ കംപ്ലീറ്റ് തീർത്ത് അങ്ങനെ എനിക്ക് വലിയൊരു അനുഗ്രഹം കിട്ടി. മൂന്നാമത് എൻ്റെ മകന് തിരുസഭ നിയമപ്രകാരം ഒരു വിവാഹം നടക്കണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു. കാരണം അവന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന് എൻ്റെ മാതാവ് അത് എനിക്ക് നടത്തി തന്ന് തിരുസഭ നിയമപ്രകാരം ബലിമത്തിയെ തന്നെ ആ വിവാഹം വന്ന പരിഭാവനമായ കുദാശ പരികർമ്മം ചെയ്ത് അവൻ ഇന്ന് കുടുംബജീവിതം നല്ല രീതിക്ക് ജീവിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജീവിത പങ്കാളി ബ്രെയിൻ ട്യൂമറായിട്ട് ഓപ്പറേഷൻ തലയൊട്ടി ഇളക്കി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം ബ്ലഡ് ക്ലോട്ടിങ്, സൗദിയിൽ വെച്ച് ബ്ലഡ് ക്ലോട്ടിങ് വന്ന് ബോഡി കംപ്ലീറ്റ് തളർന്നു പോയി. ആളിനെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അനന്തപുരിയിൽ കാണിച്ച് ഞാനിവിടെ കൃപാസനത്തിലെ തൈലം പുരട്ടി കൊടുക്കുകയും ഡോക്ടർ പറഞ്ഞത് ഇനി 3-ാമത്തെ പ്രാവശ്യമാണ് വന്നത്, ഇനി ആളെ എഴുന്നേറ്റ് നടക്കില്ല, ഇങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകുമെന്ന്. ഞാൻ തൈലം പുരട്ടുകയും പരിശുദ്ധ അമ്മയോട് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ആൾ എഴുന്നേറ്റ് നടന്ന് സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം തന്ന്. അതുപോലെ എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് ഗൾഫിൽ പോകാൻ ഒത്തിരി തടസ്സമായിരുന്നു. 4-5 വർഷം കൊണ്ടേ ശ്രമിക്കുക, വിസയ്ക്ക് കൊടുത്തും ഒത്തിരി പൈസകൾ നഷ്ടപ്പെടുന്നതല്ലാതെ ഒന്നും ശരിയാവുന്നില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ചപ്പോഴത്തേക്കും UK വിസ ശരിയാകുകയും അവൻ ഇന്ന് അവിടെ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യുകയും നല്ല വരുമാനം മാതാവ് മധ്യസ്ഥം വഴിയായി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ എൻ്റെ മൂത്ത മകൾ 2ാമത്തെ പ്രഗ്നൻ്റ് ആയത് 6 വർഷം, ആദ്യത്തെ കുട്ടിക്ക് 6 വയസ്സായതിന് ശേഷമായിരുന്നു. അവർ പറഞ്ഞ
ഡോക്ടർ പറഞ്ഞ അതിൻ്റെ താഴെ വശമാണ് കുഞ്ഞ് ജനിച്ചത്. അത് ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല. 7 മാസം കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരാം, അല്ല എങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ ഉറപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അതിൽ നിയോഗം വെച്ച് എനിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ 9 മാസം തികഞ്ഞ് തന്നെ അമ്മ എനിക്ക് വാങ്ങിത്തരണമെന്ന്. അതേ പദ്ധതി അമ്മ 9 മാസം കറക്റ്റ് ദിവസം തികഞ്ഞ് എനിക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെയാണ് അമ്മ തന്നത്. ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരിയായ ഒരു മകളെ എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ച്. അതുപോലെ എൻ്റെ രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് അവർ രണ്ടുപേരും 2 സ്ഥലത്തായിട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ജനിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മേ മാതാവേ ഇവരെ ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടിയിട്ട് അമ്മ ഇടപെടണേന്ന് ആ നിയോഗം വെച്ചായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. അവൾ കുവൈറ്റിൽ ഭർത്താവിൻ്റെയോടൊപ്പം ആയിരിക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചെങ്കിൽ 60,000 കാര്യങ്ങളെല്ലാം ചെറുതും വലുതുമായ എൻ്റെയും എൻ്റെ കുഞ്ഞുമക്കളുടെയും ജീവിതത്തിൽ അമ്മ മധ്യസ്ഥം വഴിയായി നൽകി തരുന്നത്. അതുപോലെ എനിക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്, പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനം. അപ്പം ഞങ്ങൾ ഏരിയയൊക്കെ തീരപ്രദേശമാണ്. അപ്പോൾ അവർ ദേവാലയമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ചതിന് ശേഷം അവർ കടന്നു വരുമ്പോൾ അവരുടെ അയൽബന്ധങ്ങൾ വരെ ദൈവീക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും കുദാശ സ്വീകരണങ്ങളിൽ താല്പര്യമുള്ളവരും വലിയ വിടുതൽ പ്രാപിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അനുഭവിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ലോകമെമ്പാടും ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മതബോധന ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം ഞങ്ങൾ നേതൃത്വമായിരുന്നു. 7ാം ക്ലാസ്സിലെ കുട്ടികളും ഞാനും കൂടെ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയായിരുന്നു. ബീച്ചിൽ പോയപ്പോൾ വലിയ കല്ല് അടുക്കി എന്ന് വെച്ചിരുന്നു. ഞാൻ കല്ലിൽ വലിഞ്ഞ് കയറിയപ്പോഴത്തേക്കും സാരി ചവിട്ടുവിട്ട് കമന്നടിച്ച് വീണ് എൻ്റെ മുഖം മൊത്തം വികൃതമായി. മൂക്കിൽ നിന്ന് ബ്ലഡും ഒക്കെ വന്ന് ഞാൻ ചെറിയങ്കര ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി അവരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വിട്ട് അവിടെ ചെന്ന് മരുന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് പോയേ പറ്റൂ. കാരണം എൻ്റെ മുഖം കണ്ടപ്പോഴും ഞാൻ തന്നെ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഒരു പിടിവാശിയിലിരുന്ന് ഉടമ്പടി തൈലം എടുത്ത് മുഖത്ത് പുരട്ടിയതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. പിള്ളേർക്കൊക്കെ തന്നെ അതിശയമായി പോയി. കുട്ടികൾ അത്രയും എൻ്റെ വീട്ടിൽ ചുമ്മാ വരുമായിരുന്നു. കാരണം ഇവിടെ അങ്ങ് പുളർന്നു പോയി. നല്ല തയ്യലിനുള്ള ഇതുണ്ടായിരുന്നു. ഞാൻ തയ്യലിടാൻ സമ്മതിച്ചില്ല മുഖത്ത്. ഇവിടെ പെട്ടെന്ന് അത് മൂടിപ്പോവുകയും മുഖം നിറച്ച് കരിവാളിപ്പുമൊക്കെ ആയിരുന്നു. അവൻ്റെ ഒരു വികൃതമായ മുഖമായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് 7 ദിവസവും പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം പഠിച്ച് ഞാൻ ഉടമ്പടി തൈലം പൂശി അത് പോയി. ഒരു ചെറിയ പാട് മാത്രം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ മുറിവുകൾ എവിടെ പോയെന്ന്, ഈ പാടുകൾ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. അതുപോലെ ഉടമ്പടി തൈലം മറ്റുള്ളവർക്കും ഞാൻ ഒത്തിരിയും കാര്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ചേട്ടൻ എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ ആശുപത്രിയിൽ കിടക്കുമായിരുന്നു. ബ്ലഡ് ക്ലോട്ടിങ് ആയിരുന്നു. അവിടെ ആ ചേട്ടന് ഞാൻ തൈലം ഉപ്പും കൊടുത്ത് പെട്ടെന്ന് സുഖമായ ആ ചേട്ടന് ഒരുപാട് മാറ്റം വന്നു. എന്ന് വെച്ചാൽ ഓർമ്മയില്ലാതെ കിടന്നതായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒത്തിരിയും പേരെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് പറഞ്ഞുവിടും, ഞാനിവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത്. ഇപ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാൻ മറന്നുപോയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പരിശുദ്ധ അമ്മ ഈശോ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകുന്നു. നിങ്ങളെ എല്ലാവരുടെയും ജീവിതം അനുഗ്രഹപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആവേ മരിയ. എൻ്റെ പേര് തോമസ് ഷിബു, കുമ്പളങ്ങിൽ നിന്ന് വരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 23-ാം തീയതിയാണ്. എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് സ്വന്തമായിട്ടൊരു വീട് അതായിരുന്നു. എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. വാടക വീട്ടിൽ 14 വർഷത്തോളം കഴിഞ്ഞാൽ ഓരോ വീട് മാറുമ്പോഴും എൻ്റെ ഭാര്യ പറയും ഇനി അടുത്ത ഒരു വാടക വീട്ടിലേക്ക് ഞാനില്ലെന്ന്. പക്ഷേ കയ്യിലൊന്നും വെറും കൈയോടെയാണ് ഈ ഒരു പെരപണി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചു തന്നെ.
ഒന്നും കയ്യില്ലാതെ സ്വന്തമായിട്ടൊരു ഭൂമിയില്ലാതെ നിൽക്കുന്ന അവസ്ഥ. അത് ഇവിടെ തന്നെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു അവസ്ഥ എന്ന് പറയും. നമുക്ക് എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എവിടെയെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരു ഇത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പരമണിനെക്കുറിച്ച് ചിന്തിക്കൊണ്ട് സമയക്കുന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരന്മാരും ഭാര്യയുടെ അമ്മയും കൂടി എൻ്റെ ഭാര്യയുടെ പേർക്ക് ഒരു 4 സെൻറ്റ് സ്ഥലം തീരെഴുതി തന്നു. അതിൽ 4 പേർക്ക് ചെറിയ ഷെയറും കൊടുക്കണം. അപ്പോൾ അതൊരു സ്ഥലം നമുക്ക് കിട്ടിയെന്നുള്ള ഒരു ബോധ്യം വന്ന് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴേക്കും ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്ത, ജോലിയില്ലാത്ത ഇതൊക്കെ കേട്ട്. അപ്പോൾ പല പ്രാവശ്യവും ഇത് ഞാൻ കേട്ട് കഴിയുമ്പോഴേക്കും ഞാൻ ഓർത്ത് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഈ അൾത്താരയിൽ വന്നിട്ട്, ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് മാതാവിൻ്റെ മുൻപിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും എന്നുള്ളത് ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും സാക്ഷ്യം കേൾക്കുമ്പോഴേക്കും ഞാൻ ഓർക്കും